ഹലോ, ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം പരിപാടികളുണ്ട്. ഞാൻ ഓർത്തു ഡിസംബർ അല്ലേ, ഡിസംബർ എന്ന് വെച്ചാൽ എന്താ, ഡീക്ലറ്ററിങ്. അപ്പോൾ രാവിലെ എണീറ്റു, ആകാശത്തോട്ടൊന്ന് നോക്കി ഇന്ന് കുറച്ച് നേരം, പിന്നെ പെട്ടെന്ന് പല്ല് തേച്ച് പോയി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. തിരിച്ചു വന്ന് നമ്മൾ നമ്മുടെ സാധന സാമഗ്രികൾ എല്ലാം അഴിച്ചു പണിയാൻ തുടങ്ങി ഗൈസ്. എൻ്റെ കയ്യിൽ കുറേ അധികം സാധനങ്ങളുണ്ട്. പക്ഷേ എന്തോനൊക്കെയുള്ളത്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനം തപ്പി നടക്കലാണ് എൻ്റെ പണി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുക്കി പറക്കിയല്ല വെച്ചേക്കുന്നത്, എല്ലാം ഓരോ പെട്ടിക്കകത്താക്കി മടക്കി എവിടെയൊക്കെയോ കയറ്റി വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാം മറന്നുപോയി. എൻ്റെ ടേബിൾ തന്നെ നോക്കി എത്ര വൃത്തികേടായിട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു സൈഡിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ബാക്കി ആ ഇടത്ത സൈഡിലോട്ട് അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെക്കും, എല്ലാം കൂടെ കുത്തി കയറ്റി വെക്കും. എന്ത് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലത്തെ ഡീക്ലറ്ററിങ് പരിപാടികൾ ചെയ്യുമ്പം ഉറപ്പായിട്ട് മാസ്ക് വെക്കുക. മാസ്ക് വെച്ചില്ലെങ്കിൽ ഞാൻ സൈഡാകും ഗൈസ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മാസ്ക് വെച്ചിട്ടാണ് കുറേയധികം പണികളൊക്കെ ചെയ്യുന്നത്. എൻ്റെ മടിയുടെ പീക്ക് നിങ്ങൾക്കിപ്പം കാണാം. നോക്ക്, ആ ഡിസംബറിൻ്റെ കലണ്ടർ പോലും തിരിച്ചിട്ടിട്ടില്ലായിരുന്നു. ഡിസംബർ പാതിയായി, ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് പോലും. നമ്മൾ ആദ്യം നമ്മുടെ ഡെസ്ക് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബുക്ക് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് നമ്മൾ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇങ്ങനെയുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഡെസ്കിൽ മാത്രമേ ഉള്ളൂ എന്നല്ല. ഡെസ്കിൻ്റെ ചോട്, ഡെസ്കിൻ്റെ കീഴ്, അതിൻ്റെ ഇപ്പുറത്ത് കുറേ ബോക്സ് എല്ലാം ഉണ്ട്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ലൈറ്റാണ്. ഇത് ഞാൻ നൈറ്റിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം പിന്നെ രാത്രി ആകുമ്പോഴേ. പിന്നെ നമ്മൾ അടുക്കി പറക്കാൻ തുടങ്ങി ഗൈസ് വീണ്ടും. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് നോക്കുക. ജേർണലിങ് കിറ്റ്, മറ്റേ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കിറ്റ്. ഇത് ചോപ്സ്റ്റിക്ക്, ബാംബു ചോപ്സ്റ്റിക്ക്, എവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചാണ്. പിന്നെ ഇതാ അടുക്കി പറക്കിയപ്പോഴാണ് ഈ പേനയുടെ കാര്യം ഓർത്തത്. ഇത് മറ്റേ ഡിസൈനർ പെന്നാണ്. ഓരോരോ ഡിസൈനർ പെന്നല്ല, ഡിസൈൻ ഇടുന്ന പെന്ന്. അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ സെമിനാറോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ബോർഡർ വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാമേ. എനിക്ക് കുനിഞ്ഞ് കിടക്കാൻ വേദന നമ്മളിതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് നോക്കുക എന്തൊക്കെയാണെന്ന്. കുറേ അധികം പിസ്താഷ്യൽ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പെന്നുകൾ, കുറേ സ്കെച്ച്, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം. പിന്നെ ഇതെന്താണ്, മറ്റേ ഗ്ലാസ് പെയിൻ്റ് ഇല്ലേ, ഇതൊക്കെ ഉള്ളത് കാര്യം ഞാൻ മറന്നേ പോയി. ഇപ്പോൾ അടുക്കി പറക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നത് പോലും. ഇത് കൂടാതെ ക്ലേ, കുറേ ബീഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പശ മേടിക്കും, പശ വാങ്ങിക്കും, അത് കാണാതെ പോകും, വീണ്ടും മേടിക്കും, വീണ്ടും കാണാതെ പോകും. അപ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം ഈ പെട്ടിക്കകത്തൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് പിന്നെ തുറന്നു നോക്കാൻ ഞാൻ മറന്നു. ഇതൊന്നും എടുക്കുന്നില്ലല്ലോ, ഇതിലെപ്പോൾ എടുത്തിടാനാന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പോയിട്ട് പശ മേടിക്കും. ഇത് തന്നെയായിരുന്നു എൻ്റെ പണി. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറേ അധികം സാധനങ്ങളുണ്ട്. ഇത് ഒരു കോറലിൻ്റെ പീസാണ്. ഞാനൊരു പ്രാവശ്യം കടലിൽ നിർത്തിയിട്ട് വന്ന് പെയിൻറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് ബാക്കി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു. ഞാനിതെല്ലാം സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് വായോ. അങ്ങനെ നമ്മൾ അടുത്ത് പെട്ടി എടുത്തിട്ടുണ്ട്. ആദ്യം നിന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഗാർലൻഡ് ആയിരുന്നു. ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യം ഞാൻ റീത്ത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്, ക്രിസ്മസ് റീത്ത്. അതുകൂടാതെ എൻ്റെ കയ്യിൽ കുറേ അധികം എംബ്രോയ്ഡറി ഹൂപ്പും അതിന് വേണ്ട ത്രെഡും ഉണ്ട്. എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഞാൻ ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഡ്രസ്സിനൊക്കെ വേണമെങ്കിൽ. അതുകൂടാതെ എൻ്റെ കുറേ അധികം ബോക്സ് കളക്ഷനുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ബോക്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് എടുത്ത് വെക്കും. ഇത് ഓഫീസിൽ എന്തോ ഒരു ആവശ്യത്തിന് എപ്പോഴോ എന്തിനോ കിട്ടിയതാണ്, ഞാനത് കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചധികം സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. അത് ബാങ്ക് ഓഫ് മാൽദീവ്സിൻ്റെ എന്തോ ഒരു ഈദ് പ്രസൻറ്റേഷൻ എന്തോ തന്നായിരുന്നു, നമുക്കെന്തോ സ്വീറ്റ് എന്തോ തന്നിട്ടുണ്ട്. ആ ഒരു ബോക്സ് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പിന്നെ കുറേ അധികം കളർ പേപ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ വൈറ്റ് പേപ്പറുണ്ട്. അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. എല്ലാം ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നു. ഇതിൽ ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്, ആവശ്യമുള്ളത് മാത്രം എടുത്ത് തിരിച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ 1-2 പേജിൽ മാത്രം വരച്ചിട്ടുള്ള കുറേ അധികം ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഹാരി പോട്ടറിൻ്റെ ഒരു മിനിസോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ കണ്ടോ, ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ വരച്ച് പഠിക്കുന്നത്, പെയിൻറ്റ് ചെയ്ത് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ. ഇത് മിനിസോയിൽ ഹാരി പോട്ടർ തീമിൽ കുറേ സംഭവം ഇറക്കിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഒന്നും ചെയ്തിട്ടില്ല, അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഇതൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് ഒത്തിരി സാധനം ഉണ്ടായിരുന്നു, ഒരുപാട് സാധനം ഞാൻ എടുത്ത് കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പറക്കി അടുക്കി തിരിച്ച് വെച്ച് അതിന് ശേഷമാണ് നോക്കിയപ്പോൾ കാണുന്നത് വേറെ 1-2 ബോക്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലെന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കൊരു ഓർമ്മയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ അതും എടുത്തിട്ടൊന്ന് നോക്കിയപ്പം എൻ്റെ കയ്യിൽ കുറേ കാണാതെ പോയിട്ടുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ എവിടെയാണ് തപ്പി നടക്കുമായിരുന്നു സത്യത്തിൽ ഞാൻ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടി. എൻ്റെ കുറേ പഴയ ബാഗുകൾ,
പിന്നെ നമുക്ക് ക്രാഫ്റ്റിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ചധികം സാധനങ്ങൾ, പെയിൻ്റൊക്കെ തപ്പി നടക്കുമായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫെയറി ലൈറ്റും ഉണ്ടായിരുന്നു, അതും ഇതിലുണ്ടായിരുന്നേ. ഇതൊക്കെ കൂടാതെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ബാഗ്, നല്ലൊരു ക്യൂട്ട് ബാഗ്. ആ ബാഗിൻ്റെ കാര്യവും ഞാൻ മറന്നു, അത് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഞാൻ മറന്നു. ഇത് തുറന്ന് നോക്കുമ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് പോലും. എനിക്ക് ഇത് രണ്ടാമതൊരു സർപ്രൈസ് കിട്ടിയ പോലായിരുന്നു ഇതെടുത്ത് ഞാൻ നോക്കിയ സമയത്തെ. അങ്ങനെ ഞാൻ ഇത് അതുപോലെ തന്നെ തിരിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചേ. കാരണം ഇപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പോൾ ഇത് ഇട്ടുകൊണ്ട് എവിടെയും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ചു. പിന്നെ വീണ്ടും തുറന്ന് നോക്കിയപ്പോഴാണ് കാണാതെ പോയ പല സാധനങ്ങളും ഇങ്ങനെ കണ്ടു കിട്ടിക്കൊണ്ടിരുന്നു. ഇത് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഷെല്ലുകളാണ്. ഇതുകൂടാതെ വേറെയും കുറേ ഉണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഡെസ്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഓർക്കുന്നത് ഇന്ന് വൈകിട്ട് എനിക്ക് പുറത്ത് വരെ പോകണമായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ജസ്റ്റ് എല്ലാ സാധനങ്ങളും പറക്കി ഡെസ്കിലോട്ട് വെച്ചിട്ട്, അറേഞ്ച് ചെയ്തൊന്നുമില്ല ആദ്യമൊന്നും, എല്ലാം ഒന്ന് എടുത്ത് അവിടെ ഡെസ്കിലോട്ട് തന്നെ തിരിച്ച് വെച്ചിട്ട് പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാനൊരു ക്വിക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്ന് ചുമ്മാ കുറച്ചൊരു ദൂരെയൊക്കെ നടന്നു. ചെടിയൊക്കെ 1-2 ചെടിയുണ്ട്, അതെല്ലാം ചെടി എന്ന് പറയാൻ ഒക്കത്തില്ല, 1-2 സാധനങ്ങൾ നട്ടിട്ടുണ്ട്. അതെല്ലാം ഒക്കെ ഒന്ന് കണ്ടിങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് നേരെ നോക്കി കാണുന്നത് ഇവിടുത്തെ പോട്ടാണ്, മാലേ പോട്ടാണ്. നമ്മൾ റൂമിൽ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ആ ഇരിക്കുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഇരിക്കുന്നത് പോർട്ടില്ല, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട്. ഇവിടെ നോക്കിയാൽ കാണാം, പക്ഷെ നമുക്ക് നടന്നൊന്നും പോകത്തില്ലല്ലോ അങ്ങോട്ട്. അപ്പോഴത്തേക്ക് സൺസെറ്റിൻ്റെ സമയമായി വരുന്നുണ്ടായിരുന്നു. അപ്പം നല്ല സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ സൈഡിലുള്ള സൺസെറ്റ് നമുക്ക് നന്നായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള സൺസെറ്റ് ആയിരിക്കും മിക്കപ്പോഴും. സ്പീഡ് ബോട്ട് പോകുന്ന കണ്ടോ കടലിൽ കൂടെ? അത് ഞാൻ ചുമ്മാ ഇങ്ങനെ സൂം ചെയ്തപ്പം കണ്ടപ്പോൾ എടുത്ത് വെച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ദേശീയ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇന്ന് ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ്. ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റാനുള്ള മടി കാരണം ഈ ബാഗ് തന്നെ ഇട്ടു. ആദ്യം നമുക്ക് ATM പോകണം, അതിനുശേഷം ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. ആൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാം, അപ്പോൾ അവരെ ഒന്ന് കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ നടന്നു. കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ATM വരെ, പക്ഷെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, റോഡിൻ്റെ 2 സൈഡിലും നിറയെ സ്കൂട്ടർ ഇങ്ങനെ അടുക്കി വെച്ചേക്ക്, ഈ 2 വീലേഴ്സ്. കാരണം നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ ഇവർക്ക് വീട്ടിലെടുത്ത് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വീടിന് കുറച്ചധികം സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. കൂടുതലും ഫ്ലാറ്റ് പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. പാർക്കിംഗ് ഏരിയയും വളരെ കുറവായതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇങ്ങനെ കുറേ അധികം വെക്കുന്നത്. അങ്ങനെ ഞാൻ ATM പോയി തിരിച്ച് വന്നു, ഫ്രണ്ടിനെ കണ്ടു, ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ടാറ്റ ബേബി പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് നമ്മൾ ബെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. കാരണം എല്ലാം ഇന്ന് രാവിലെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡീക്ലട്ടറിങ് ആയിരുന്നു. അതുകൊണ്ട് ബെഡെല്ലാം ഒന്ന് മാറ്റി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് ഞാൻ വീണ്ടും ഡെസ്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കി. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കയ്യിൽ ഒട്ടിച്ചേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അത്ര ഷേപ്പ്, ആ സ്ക്വയർ ഷേപ്പ് എനിക്ക് അത്ര ചേരുന്നില്ലാത്ത പോലെ ഒന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ രാവിലെ ആയപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ നിങ്ങളെ മുമ്പ് പറഞ്ഞില്ലേ ഒരു ലൈറ്റ് കാണിച്ചു തരാൻ നൈറ്റിൽ, ആ ലൈറ്റാണ് ഇത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡീക്ലട്ടറിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.